ഹലോ ഗായ്സ്, ഇന്ന് ഉച്ചയ്ക്ക് പുട്ടാണ് ഗായ്സ്. ഈ പുട്ടിനെ കുത്താനൊന്നും വയ്യ എനിക്ക്. ഞാനിങ്ങനെ അങ്ങ് ചരിക്കും. അത് വേണമെങ്കിൽ താഴോട്ട് വരട്ടെ. ഒടിഞ്ഞു വന്നെങ്കിൽ അതിങ്ങനെ സഹായിച്ച് ഗായ്സ്. ഇനി ഒരു പുട്ടും കൂടെ ശരിയാക്കണം. ഇതാണ് നമ്മുടെ സോഫ്റ്റ് പുട്ട്. നമ്മുടെ പുഴിക്കല്ലരി ഇല്ലേ, വടിയരി, വടിയരിയുടെ പുട്ടാണ് ഗായ്സ്. അടുത്ത പുട്ടിൻ്റെ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട് ഗായ്സ്. ആദ്യം ഞാൻ ഫ്ലെയിം കൂട്ടി വെക്കും. ഇതിപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക. ഇനി ഇതെങ്ങനെ പുട്ടായി ഇതുപോലത്തെ പുട്ടായി വരും ഗായ്സ്. അപ്പോൾ ഞാൻ കാണിക്കാം വീണ്ടും. ഹലോ ഗായ്സ്, ഇത് പെരിഞ്ചീരകവും തേങ്ങയും കൂടി ഈ പുട്ടുമാവിനകത്ത് ഇട്ടതാണ് ഗായ്സ്. അപ്പോഴേ നമ്മളിങ്ങനെ ഇത് നമ്മുടെ ചോറ് വെക്കുന്നേ വടിയരി, അതിൽ ഞാൻ തേങ്ങയിട്ട് ഉപ്പ് കുടഞ്ഞു. ഇനി നമ്മൾ ഇച്ചിരി പെരിഞ്ചീരകവും കൊച്ചുജീരകവും കൂടെ പൊടിച്ചതിട്ട് ഗൈസ്. ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ച്, ഇച്ചിരി വെള്ളം മതി ഗൈസ്. ഇത്രയും വെള്ളം മതിയാവും ഇത് ഇത്രയും കുഴയ്ക്കാൻ. പുഴുക്കല്ലരി ആയതുകൊണ്ടേ കുഴയുമ്പം അത് ഇച്ചിരി നേരം അങ്ങനെ വെച്ചിരിക്കണം. അന്നേരം ഈ വെള്ളം വീണ്ടും അതങ്ങ് കുടിക്കും ഗൈസ്. പുഴുക്കല്ലരി ആയതുകൊണ്ട് അതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. വെള്ളം കുഴിയന കൊടവേരൻ പുട്ടൻ. ഇത് നിങ്ങൾ പേടിക്കണ്ടേ. ഇതിപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഈ വെള്ളം ഇത്രയും കൂടെ കുടിച്ച് ഇതങ്ങനെ അർമാദിച്ചിങ്ങനെ ഇരിക്കും ഗൈസ്. തോനെ തേങ്ങ ഇറക്കണം, എന്നാലേ പുട്ടിന് തോനെ തേങ്ങ ഇറച്ചാലേ കൊള്ളാവും ഗൈസ്. അപ്പം ഇങ്ങനെ ഇരുന്നോളും. ഇതിപ്പം മറ്റേ പുട്ട് അടുപ്പത്തിരിക്കുന്ന ഇത് വെന്തെത്തുമ്പോഴത്തേക്ക് ഇത് കുതിർന്ന് വെള്ളമൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ ഒന്നും കൂടെ നമ്മളങ്ങ് കുഴച്ചാൽ മതി ഗായ്സ്. ഓക്കെ 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 ഗായ്സ്, 2 പഴവും പുട്ടും ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഡാഡിക്ക് ഇതൊന്നും പറ്റില്ല. അടുത്ത പുട്ടെടുക്കട്ടെ ഗൈസ്. ഡാഡിക്ക് വിശക്കും ഗൈസ്. ഞാൻ ചോറ് വിളമ്പുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ പുട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇറങ്ങി വരും ഗൈസ്. വാവ്, എന്നാ പുട്ടാണെന്ന് നോക്കിക്കേ. ഇൻസ്റ്റൻറ്റ് പുട്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന പറഞ്ഞു തരാം. എങ്ങനെയാണെന്ന് അറിയാമോ? പുഴുക്കല്ലരി വെള്ളത്തിയിട്ട് കുതിർക്കണം. കുതിർത്തിട്ട് കുതിരുമ്പം മിക്സിയിലിട്ട് പൊടിക്കണം. മിക്സിയിലിട്ട് പൊടിച്ചിട്ട് എൻ്റെ പപ്പടം കൂടെ വെച്ച് സെറ്റാക്കട്ടെ ഗൈസ്. മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ടല്ലോ, പിന്നീട് അത് വറുക്കണ്ട ഗൈസ്. അതാണ് ടെക്നിക്ക്. എനിക്കൊരു അമ്മ പറഞ്ഞു തന്നതാണ്. ആ അണ്ണൻ്റെ വൈഫ് പറഞ്ഞു കൊടുത്തതാണ് അണ്ണന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നതാണ്. അത് പൊടിച്ചിട്ട് നമ്മൾ സാധാരണ തേങ്ങായും ഉപ്പൊക്കെ ചേർത്തിട്ട് നനയ്ക്കുന്ന കണക്കൊക്കെ നനയ്ക്കണം, വറുക്കാതെ. നനച്ചിട്ട് പുട്ടുകുറ്റിക്കകത്ത് വരിയിട്ട് ആ പുട്ടാകണം. നല്ല സോഫ്റ്റ് പഞ്ഞിപ്പുട്ടാണ് ഗൈസ്. അപ്പോൾ അടുത്ത പുട്ട് ഞാൻ നിറയ്ക്കട്ടെ ഗൈസ്. ഞാനിത് ഒന്നും കൂടെ ഇങ്ങോട്ട് പുട്ടുകുറ്റി ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉണ്ടോന്നു. ഇവിടെ വെള്ളം അങ്ങനെ വറ്റി കഴിഞ്ഞാലുണ്ടല്ലോ ഗൈസ്, പൊട്ട് കൂടെ കരിഞ്ഞു പോകും. ഇതിനപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. കണ്ടോ ഈ പുട്ടുമാവ് കണ്ടോ? തേങ്ങായിട്ട് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചാൽ വെള്ളം കുടഞ്ഞ് കുഴച്ച് വെച്ചില്ലേ, അതാണ് ഗായ്സ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടല്ലോ, നമ്മൾ പുഴുക്കല്ലരി വെള്ളത്തിയിട്ട് കുതിരുമ്പം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം. നല്ല പോലെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഓട്ടിലിട്ട് വറുക്കിയൊന്നും വേണ്ട. അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കോരിയിടുക. എന്നതാ നനച്ച് കോരി പുട്ട് കുറ്റിയിൽ ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ദാറ്റ്സ് ഓൾ. അല്ലാതെ വേറെ വറുക്കലൊന്നും വേണ്ട. പണ്ടൊക്കെ നമ്മളിട്ട് വറുക്കുമായിരുന്നു. അപ്പോൾ ആ അണ്ണൻ്റെ വൈഫിന് ഒരു ബിഗ് താങ്ക്സ്. അങ്ങനെയാണ് അവരൊക്കെ ചെയ്യുന്നത്. പുഴുക്കല്ലരി ആയതുകൊണ്ട്. പച്ചരിയുടെ അരി എനിക്കറിയത്തില്ല, ഓൺലി പുഴുക്കല്ലരിയുടെ അരി അറിയാവൂ. അപ്പോൾ നമ്മൾ പുട്ടും പഴവും പയറും പരിപ്പും ഒക്കെ കൂട്ടി കഴിക്കും ഉച്ചക്കലത്തേക്ക്. രാവിലെ അപ്പമായിരുന്നു ഗൈസ്. അപ്പവും വെജ് കറി. ഇടിച്ചമ്മയ്ക്ക് പുട്ടുമാവ് നിറയ്ക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പുട്ട്. അപ്പോൾ ആ പുട്ട് വേവുമ്പോൾ എനിക്ക് ഒരു പുട്ട് കൂടെ വേണ്ടി വന്നാൽ ഇടയ്ക്ക് വിശക്കും ഗൈസ്. റെഡി പ്രായമുള്ളല്ലേ. ആദ്യം ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെക്കും, ആഫ്റ്റർ അത് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേവിക്കും. അപ്പോൾ ഗൈസ് ഞാൻ വെക്കട്ടെ. ഇങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത്. 2 വട്ടം ഞാൻ പറഞ്ഞു കേട്ടോ.
അരി കഴുകുക, കുതിർക്കുക, മിക്സിയുടെ ജാറിലിട്ട് കുതിരുമ്പം പൊടിക്കുക. പൊടിച്ച മാവെടുത്തിട്ട് നല്ലപോലെ പൊടിക്കണം കേട്ടോ. പൊടിച്ചതിന് ശേഷം ഉപ്പും തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ മാവ് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് കുതിരുമ്പോൾ എടുത്ത് പുട്ടുകുറ്റിയിലാക്കുക, പുട്ടാക്കുക. വറുക്കണ്ട കേട്ടോ. ഇതാണ്ട സോഫ്റ്റ് പഞ്ഞിപ്പുട്ടാണ് ഇത്. ഇതാണ്ട ബുള്ളു 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 ആവുന്നുണ്ടോ? അപ്പോൾ ഗൈസ് ഞാൻ നിർത്തുന്നു.